2025 SSC JE എക്സാമിൽ സിവിൽ എഞ്ചിനീയർക്ക് 509 പോസ്റ്റുകളാണ് CPWD ഡിപ്പാർട്ട്മെന്റിൽ വരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 148 അവസരങ്ങളും. അപ്പോൾ ഇത് കൂടാതെയുള്ള ഒരുപാട് അവസരങ്ങൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെറ്റ്സ് വെൽക്കം ടു ടെക്നിക്കൽ എക്സാം ജോബ് അലർട്ട്. അപ്പോൾ എല്ലാ വീക്കിലും നമ്മൾ ഇതേപോലെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജോബ് അലേർട്ടിൻ്റെ ഈ ഒരു സെഷൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏതെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം അപ്ഡേറ്റ്സുകളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് SSC JE വേക്കൻസി അപ്ഡേറ്റ് ആണ്. SSC JEയുടെ മുഴുവൻ വേക്കൻസികളും അല്ല വന്നിട്ടുള്ളത്. CPWD സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് SSC എക്സാം എഴുതാൻ പോകുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ന്യൂസാണ്. അതേപോലെ ദേവസ്വം ബോർഡിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് അല്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. KSCBയിൽ കൂട്ടവിരമിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതേപോലെ IU എക്സാം നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുള്ള IU എക്സാമിൻ്റെ കീ ഔട്ട് ആയിട്ടുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ സ്റ്റേറ്റ് വൈഡ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബെൽ എക്സാമിൻ്റെ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാർച്ചിൽ നടക്കുമെന്ന് പറഞ്ഞ പരീക്ഷ ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ സിവിലിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ട്, AEയുടെ റാങ്ക് ലിസ്റ്റ് ദേവസ്വം ബോർഡിൽ. അപ്പോൾ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ന്യൂസിലേക്ക് തന്നെ പോവാണ്. എന്താണ് SSC JEയിൽ വന്നിരിക്കുന്ന വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് CPWD എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ ഈ CPWDയിൽ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ എഞ്ചിനീയർ സിവിൽ പോസ്റ്റിലേക്കുള്ള 509 പോസ്റ്റുകൾ അവരിനി ഈ വർഷം എടുക്കാൻ പോകുന്നത് SSC JE എക്സാമിലൂടെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും നടത്താറുള്ള SSC ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയിലൂടെ ആയിരിക്കും 509 ഒഴിവുകൾ നികത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ 509 ഒഴിവുകൾ മാത്രമാണോ SSC JEയിൽ ഉണ്ടാവും? ഒരിക്കലും അല്ല. SSC JE നിങ്ങൾക്കറിയാം ഒരുപാട് സർവീസുകളുണ്ട്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ സെൻട്രൽ വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, അതേപോലെ തന്നെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ആയിക്കോട്ടെ, അങ്ങനെ അനേകം പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, SSC JEയുടെ പോസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ അതിൽ CPWD ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം 509 ഒഴിവുകൾ സിവിലിൽ വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബിഗ് ഓപ്പണിംഗ് തന്നെയാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം 2025 SSC JE വലിയൊരു അവസരമായിട്ട് മാറും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഇലക്ട്രിക്കലിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ പൊതുവേ ഇലക്ട്രിക്കൽ SSC JE എക്സാമിൽ വേക്കൻസീസ് കുറവാണ് വരാറുള്ളത്. എന്നാൽ ഇത്തവണ CPWD ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിൽ 148 ഒഴിവുകളാണ് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് SSC JEയുടെ മുഴുവൻ വേക്കൻസി അല്ല, SSC JEയിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ടുള്ള CPWDയിൽ വരാൻ പോകുന്ന ഒഴിവുകളാണ്. ഇതെല്ലാം നികത്താൻ പോകുന്നത് SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിലൂടെയാണ്. അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. SSC JE 2025 നിങ്ങൾ സ്പെഷ്യലായിട്ട് കണ്ടുവെച്ചോളൂ. ഇനി നിങ്ങളുടെ സംശയമായിരിക്കും SSC JE 2025 എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക, എപ്പോഴായിരിക്കും അതിൻ്റെ എക്സാം എന്നൊക്കെ അല്ലേ? ഓഗസ്റ്റിൽ, കാരണം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമിൻ്റെ കലണ്ടർ ടെൻറ്റേറ്റീവ് കലണ്ടർ വന്നപ്പോൾ ഓഗസ്റ്റിൽ എക്സാം നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നോട്ടിഫിക്കേഷൻ വരും, ഓഗസ്റ്റ് ലാസ്റ്റ് വരെ അപ്ലൈ ചെയ്യാം. എക്സാം ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, ഒന്നെങ്കിൽ ഒക്ടോബറിലായിരിക്കും അല്ലെങ്കിൽ നവംബറിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഒരു 6-7 മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിക്കുക. സിവിലുകാരും ഇലക്ട്രിക്കലാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വാർത്ത. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ വന്നിരിക്കുന്ന ഒരു വേക്കൻസി അപ്ഡേറ്റ് ആണ്. അപ്പോൾ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ 400-ലേറെ ഒഴിവുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ടെക്നിക്കൽ പോസ്റ്റുകളുണ്ട് കേട്ടോ. അസിസ്റ്റൻറ്റ് ലൈൻമാൻ ഉണ്ട്, പ്ലംബർ ഉണ്ട്, അതേപോലെ തന്നെ വർക്ക് സൂപ്രണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ടെക്നിക്കൽ പോസ്റ്റുകളാണ്. നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ വന്നിരിക്കുന്ന ഈ 400-ലേറെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ വിജ്ഞാപനം വൈകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വിവിധ തസ്തികകളിലെ 400-ലേറെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. നിയമനത്തിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാതെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ന്യൂസിൻ്റെ ഒരു
ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 43 തസ്തികകളിൽ 430-ലേറെ ഒഴിവുകളുണ്ട്. പല കാറ്റഗറി ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ടെക്നിക്കൽ പോസ്റ്റിലേക്കാണ് ഞാൻ പറഞ്ഞത്. അസിസ്റ്റന്റ് ലൈൻമാൻ പോസ്റ്റ് ഉണ്ട്, അതേപോലെ വർക്ക് സൂപ്രണ്ടന്റ് പോസ്റ്റ് ഉണ്ട്, പ്ലംബർ പോസ്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ടെക്നിക്കലി വരുന്നത്. അങ്ങനെ നോൺ ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ വേറെ പോസ്റ്റുകൾ LD ക്ലാർക്ക് ഉണ്ട്, അതേപോലെ തന്നെ അങ്ങനെയുള്ള പോസ്റ്റുകൾ LD ക്ലാർക്ക്, വാച്ച്മാൻ, കൗബോയ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് വരുന്നുണ്ട്. എന്തോ സോഫ്റ്റ്വെയറിലുള്ള മിസ്റ്റേക്ക് കാരണമാണ് ഇത് വരാത്തത് എന്നാണ് പറയുന്നതെങ്കിലും മനസ്സിലാക്കുക, ഈ എക്സാം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അവസരമായിട്ട് തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ KSEBയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. KSEBയിൽ കൂട്ടവിരമിക്കൽ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുകയാണ്. അതായത് KSEB നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് KSEB എന്ന് പറയുന്നത്. മെയ് 30-ന് വിരമിക്കാൻ പോകുന്നത് 1522 ആളുകളാണ്. 2 മാസത്തിനിടയിൽ KSEBയിൽ കൂട്ടവിരമിക്കൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ. ഈ ജീവനക്കാരുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇതിന് മുന്നേ പറയുകയാണെങ്കിൽ 30,000-ലധികം പോസ്റ്റുകളുള്ളത് ഈ കൂട്ട റിട്ടയർമെൻറ്റുകൾ കഴിയുന്ന സമയത്ത് 25,000-ൽ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒട്ടനേകം പോസ്റ്റുകളിലേക്ക് അവിടേക്ക് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും KSEB പോലൊരു ഓർഗനൈസേഷൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൃത്യമായിട്ടുള്ള നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് നിർബന്ധമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ KSEBയിലുള്ള അവസരങ്ങൾ നിലവിലുണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. പല ആളുകളും ചിന്തിക്കുന്നത് KSEBയുടെ സബ് എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്കൊന്നും പോസ്റ്റിങ്ങേ നോക്കണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അവരെടുത്താണ് പറയാനുള്ളത്, നിങ്ങൾ ഈ എക്സാംസുകൾക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള പ്രിപ്പറേഷൻ നടത്താതെ മുന്നോട്ട് പോയാൽ വീണ്ടും ഈ എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ പിന്നിലായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന അവസരങ്ങളെ കൂടി ക്രാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായിട്ടൊരു സ്പാർക്ക് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പാർക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IO എക്സാമിൻ്റെ ഫൈനൽ കീ ഔട്ടായിട്ടുണ്ട്. സാധാരണ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ കീ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ച് ഡിലേ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഫൈനൽ കീ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫൈനൽ കീ ആണ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇതിൽ ക്രോസ് മാർക്കുള്ളത് ഡിലീഷൻ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ IO എക്സാം എന്ന് പറയുന്നത് ഈ 2025-ൽ കണ്ടക്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആയതുകൊണ്ട് അത് നിങ്ങളുടെ സ്കോർ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക കൃത്യമായിട്ട്. അത് തീർച്ചയായിട്ടും വേക്കൻസി അതേപോലെ വേക്കൻസി എത്രത്തോളം വരും എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ കട്ട് ഓഫ് വരും. ഇതിൻ്റെ കട്ട് ഓഫ് പ്രഡിക്ഷൻ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് പ്രഡിക്ഷൻ പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല, കാരണം നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് അൺസർട്ടൺ ആയി. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേക്കൻസി വന്നിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. ഇത്തവണയും നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഇതിൻ്റെ കാറ്റഗറി നമ്പർ 672/2023 ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ 49 ആളുകളുണ്ട്. അതേപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 76 ആളുകൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 31, അങ്ങനെ ടോട്ടൽ 136 ആണ്. ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 67 ആണ്. ഓക്കെ, കട്ട് ഓഫ് ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 67 ആണ്. അപ്പോൾ ഇതാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റ്, ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്ഡേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് ബെൽ എക്സാമിൻ്റെ അഥവാ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ പ്രൊബോഷണറി എഞ്ചിനീയറിംഗ് പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാം ഡേറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു എക്സാം ഡേറ്റ് ചേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ എക്സാം മാർച്ചിൽ കണ്ടക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ദ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വിൽ ബി ഹെൽഡ് ഇൻ tentatively in the month of March എന്നാണ്. However, due to operational reasons, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, due to operational reason the computer based test will be held in the month of May 2025 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. All other terms and conditions of the advertisement remains unchanged എന്ന് പറഞ്ഞിട്ടുണ്ട്. 350 പ്രൊപ്പോഷണറി എഞ്ചിനീയർ, അതിൽ 200 ഇലക്ട്രോണിക്സും 150 മെക്കാനിക്കലുമാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. നല്ലൊരു അവസരമാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുകയാണ് പഠിക്കാനുള്ള. സോ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കുക. ബെല്ലിൻ്റെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ,
അതേപോലെ നെക്സ്റ്റ് ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിവിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡിലാണ്. അതായത് ദേവസ്വം ബോർഡിൽ കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ 40/2020 ആണ്. അപ്പോൾ ഇതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ 39,500 മുതൽ 83,000 വരെ വരുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വന്നിരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്ന ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 20/12/2021 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 2022 ആകുമ്പോൾ 1 വർഷം കംപ്ലീറ്റ് ആവും, 23-ൽ 2 വർഷം കംപ്ലീറ്റ് ആവും, 24-ൽ 3 വർഷം കംപ്ലീറ്റ് ആവും. അതായത് ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിൽ വേക്കൻസീസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പോസ്റ്റിലേക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എക്സാമിന് നല്ല വേക്കൻസീസ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിക്കുക. അപ്പോൾ നമ്മൾ എൻട്രിയിൽ വളരെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബാച്ചാണ് അമു മിസ്സിൻ്റെ നേതൃത്വത്തിലുള്ള സൂപ്പർ 50 ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ടോപ്പ് 50 റാങ്ക്സിൽ അല്ലെങ്കിൽ ടോപ്പ് റാങ്ക്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൂപ്പർ 50 ബാച്ചിലൂടെ നിങ്ങൾക്ക് ലെവൽ എക്സാംസുകൾ, ഇനി വേറെയും ഈ സിവിൽ എക്സാംസുകൾ PSC ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന എക്സാംസുകളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ AI കോപ്പൈലറ്റ് അതേപോലെ തന്നെ AI പ്രോഗ്രസ് ട്രാക്കറൊക്കെ അതിൽ കൃത്യമായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാമിൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ന്യൂസുകൾ എല്ലാ ദിവസവും എല്ലാ വീക്കിലും നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു സെഷൻ അത് ഇതിനോടകം 1000-ലധികം ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള സെഷൻ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക്, അതായത് ഒരു നോട്ടിഫിക്കേഷൻ പോലും ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മിസ്സായി പോയത്, അതേപോലെ നിങ്ങൾക്കും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് ഒരു ഇൻസ്പിറേഷനാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഇത്തരം സപ്പോർട്ട് തന്നെയാണ് ഈ ചാനൽ നമ്മൾ മുന്നോട്ട് കൂടുതൽ കണ്ടൻസ് ചെയ്യാൻ നമുക്ക് പ്രചോദനമാകുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.